പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് 1, 2025 എഡിഷനിലെ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് സെക്ഷനാണ്. ആദ്യത്തെ ചോദ്യം, വെനിസ്വേലയിലെ പ്രസിഡന്റായ നിക്കോളാസ് മഡുറോയെ അറസ്റ്റ് ചെയ്യുന്നതിന് സഹായകമായ വിവരങ്ങൾ നൽകുന്നവർക്ക് $2.5 കോടി പാരിതോഷികം നൽകുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം? ഉത്തരം US. രാജ്യത്തിനകത്തും അന്താരാഷ്ട്ര തലത്തിലും മഡുറോയ്ക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമാവുന്നതിനോടെയാണ് അടുത്തിടെ അദ്ദേഹം മൂന്നാമതും പ്രസിഡന്റായി അധികാരമേറ്റത്. കഴിഞ്ഞ ജൂലൈയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വ്യാപകമായി കൃത്രിമം നടന്നുവെന്നാരോപിച്ച് രാജ്യത്ത് പ്രക്ഷോഭം തുടരുകയാണ്. 2013 ഹ്യൂഗോ ഷാവേസ് അന്തരിച്ചതോടെയാണ് മഡുറോ അധികാരത്തിലെത്തിയത്. അടുത്ത ചോദ്യം, കേരള പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡിലെ പ്രതിജ്ഞയിൽ ലിംഗഭേദം ഒഴിവാക്കുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പ്രയോഗം എപ്രകാരമാണ് മാറ്റിയത്? ഉത്തരം സേനാംഗം. അടുത്ത ചോദ്യം, 2025 ജനുവരിയിൽ സ്ഥാനം രാജിവെച്ച കേരള നിയമസഭാ അംഗം? ഉത്തരം PB അൻവർ ആണ്. അടുത്ത ചോദ്യം, എത്ര വർഷത്തിന് ശേഷമാണ് UPയിലെ പ്രയാഗ് രാജിൽ ജനുവരി 13 മഹാകുംഭമേളയ്ക്ക് തുടക്കം കുറിച്ചത്? 144 വർഷം. 45 നാൾ നീളുന്ന മേള ഫെബ്രുവരി 26 അവസാനിക്കും. മഹാകുംഭമേളയുടെ സജ്ജീകരണങ്ങൾക്കായി അധികൃതർ 7000 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. 40 കോടി തീർത്ഥാടകർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഹാകുംഭനഗർ എന്ന താൽക്കാലിക നഗരം ഒരുക്കിയത് 10,000 ഏക്കറിലാണ്. പൂർണ്ണ കുംഭമേള, അർദ്ധ കുംഭമേള, മാഘകുംഭമേള, മഹാകുംഭമേള എന്നിങ്ങനെ കുംഭമേളകൾ പലതാണ്. 3 വർഷം കൂടുമ്പോൾ ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിനി എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. അർദ്ധ കുംഭമേള 6 വർഷത്തിലൊരിക്കൽ ആണ് നടക്കുന്നത്. ഹരിദ്വാർ, പ്രയാഗ്രാജ് എന്നിവിടങ്ങളിൽ ആണിത് നടക്കുന്നത്. യുവജന ദിനം. ദേശീയ യുവജന ദിനം ജനുവരി 12 സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. 1985 മുതൽ ദിനാചരണം നടന്നു വരുന്നു. യൂത്ത് എംപവർമെന്റ് ഫോർ നേഷൻ ബിൽഡിംഗ് എന്നതാണ് 2025 ദിനാചരണ വിഷയം. 12 വർഷങ്ങളിലെ ഇടവേളകളിൽ നടത്തപ്പെടുന്ന 12 പൂർണ്ണ കുംഭമേളകൾക്കു ശേഷമാണ് പ്രയാഗ് രാജിൽ മാത്രമായി മഹാകുംഭമേള നടക്കുന്നത്. 2169 അടുത്ത മഹാകുംഭമേള നടക്കുന്നത്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഇന്റർപോൾ സഹായത്തോടെ റെഡ് കോർണർ നോട്ടീസ് നൽകുന്നതടക്കമുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി CBI വികസിപ്പിച്ച പോർട്ടൽ? ഉത്തരം ഭാരത് പോൾ പോർട്ടൽ. ISROയുടെ പുതിയ ചെയർമാൻ ആര്? ഡോക്ടർ V. നാരായൺ. ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി, ബഹിരാകാശ കമ്മീഷൻ ചെയർമാൻ എന്നീ ചുമതലകളും ഇദ്ദേഹത്തിനുണ്ട്. 2 വർഷത്തേക്കാണ് നിയമനം. നാഗർകോവിൽ സ്വദേശിയാണ്. ഡോക്ടർ S. സ്വാമിനാഥൻ സ്ഥാനമൊഴിഞ്ഞ് 2025 ജനുവരി 14 ചുമതലയേറ്റത്. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ ഗ്ലാസ് കടൽപ്പാലം നിർമ്മിച്ചത് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയ്ക്കും തിരുവള്ളൂർ പ്രതിമയ്ക്കും മധ്യയാണ് 77 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും 133 അടി ഉയരവുമുള്ള കണ്ണാടിപ്പാലം നിർമ്മിച്ചത്. നിർമ്മാണ ചെലവ് 37 കോടി രൂപ. അടുത്ത ചോദ്യം, സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സിൽ അടുത്തിടെ പൂർണ്ണ അംഗത്വം നേടിയ രാജ്യം ഏത്? ഉത്തരം ഇന്തോനേഷ്യ. നിലവിൽ കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി വഹിക്കുന്ന ബ്രസീലാണ് ഇക്കാര്യം അറിയിച്ചത്. സമ്പന്ന രാജ്യങ്ങൾ ഉൾപ്പെട്ട G7 ഉച്ചകോടിക്ക് ബദലായി ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് 2009 കൂട്ടായ്മ രൂപവൽക്കരിച്ചത്. 2010 ദക്ഷിണാഫ്രിക്ക ചേർന്നതോടുകൂടി ബ്രിക്സ് എന്നറിയപ്പെടാൻ തുടങ്ങി. തുടർന്ന് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളും അംഗത്വം നേടി. നിലവിൽ 10 രാജ്യങ്ങൾ അംഗങ്ങളാണ്. അടുത്ത ചോദ്യം, 2025 ജനുവരി 8 അന്തരിച്ച കവിയും ചലച്ചിത്ര നിർമ്മാതാവും എഴുത്തുകാരനും കൂടിയായ മാധ്യമപ്രവർത്തകൻ? ഉത്തരം പ്രതീഷ് നന്ദി. 73 വയസ്സ്. 1980കളിൽ ദ ഇലസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യ, ദ ഇൻഡിപെൻഡന്റ്, ഫിലിം ഫെയർ എന്നിവയുടെ എഡിറ്ററായിരുന്നു. മേനക ഗാന്ധിയുമായി ചേർന്ന് ഇന്ത്യയിലെ ആദ്യത്തെ മൃഗാവകാശ സംഘടനയായ പീപ്പിൾ ഫോർ ആനിമൽസ് രൂപവൽക്കരിച്ചു. അടുത്ത ചോദ്യം, കവിയും നാടകകൃത്തും മുൻ നിയമസഭാ സാമാജികനുമായ ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മകഥയാണ് എൻ്റെ കമ്മ്യൂണിസ്റ്റ് യാത്രയിലെ പോരാട്ടങ്ങൾ? ഉത്തരം പിരപ്പൻകോട് മുരളി. സ്വാതി തിരുനാൾ, സഖാവ് തുടങ്ങിയ നാടകങ്ങളുടെ രചയിതാവാണ്.
അടുത്ത ചോദ്യം, സമഗ്ര സംഭാവനയ്ക്കുള്ള 2020 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച പ്രമുഖ മലയാള ഗായകൻ. 2025 ജനുവരി 9 അന്തരിച്ചു. ഇദ്ദേഹത്തിന്റെ പേര്. ഉത്തരം P. ജയചന്ദ്രൻ. പാലിയത്ത് ജയചന്ദ്രൻ കുട്ടൻ എന്ന യഥാർത്ഥ പേര്. കുഞ്ഞാലി മരക്കാർ 1965 എന്ന സിനിമയിലെ മുല്ലപ്പൂമാലയുമായി എന്ന ഗാനം ആലപിച്ച് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെത്തി. കളിത്തോഴനിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന പാട്ടിലൂടെ ശ്രദ്ധേയനായി. മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് 1 തവണയും കേരള സംസ്ഥാന അവാർഡ് 5 തവണയും നേടി. ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്, നക്ഷതങ്ങൾ, ട്രിവാൻഡ്രം ലോഡ്ജ് എന്നീ സിനിമകളിലും അഭിനയിച്ചു. അടുത്ത ചോദ്യം, അടുത്തിടെ കാട്ടുതീ നാശം വിതച്ച US നഗരം. ഉത്തരം ലോസ് ആഞ്ചൽസ്. ഹോളിവുഡ് സിനിമാ വ്യവസായ തലസ്ഥാനമായ ലോസ് ആഞ്ചൽസിനെ വിഴുങ്ങിയ കാട്ടുതീയിൽ 29 പേർ മരണപ്പെട്ടു. 10,000-ലേറെ കെട്ടിടങ്ങൾ കത്തിനശിച്ചു. അടുത്ത ചോദ്യം, ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ വർഷമായി കണക്കാക്കപ്പെട്ടത്. ഉത്തരം 2024. 1800കളുടെ അവസാനം മുതലുള്ള ആഗോള താപന പരിധിയായ 1.5 ഡിഗ്രി സെൽഷ്യസിനെ 2024 മറികടന്നതായി യൂറോപ്യൻ കമ്മീഷന്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് സർവീസ്, ബ്രിട്ടന്റെ മെറ്റീരിയോളജി ഓഫീസ്, ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസി എന്നിവയാണ് വിലയിരുത്തിയത്. ജൂലൈ 10 വർഷത്തിലെ ഏറ്റവും ചൂടേറിയ ദിവസം. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ചത് എങ്ങനെയാണ്? ഉത്തരം, US-ന്റെ നിയുക്ത പ്രസിഡന്റായിരിക്കെ ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ ഉടമസ്ഥതയിലാക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതിലൂടെ. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രീൻലാൻഡ് 1814 മുതൽ ഡെൻമാർക്കിന്റെ കോളനിയായിരുന്നു. 1979 മുതൽ ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള സ്വയം ഭരണപ്രദേശമാണ്. തലസ്ഥാനം ന്യൂക്ക്. വിസ്തീർണം 21.66 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ജനസംഖ്യ 56,583. വർഷത്തിൽ 2 മാസം മാത്രം സൂര്യപ്രകാശം ലഭിക്കുന്ന ഗ്രീൻലാൻഡിന്റെ 80% പ്രദേശവും മഞ്ഞുമൂടി കിടക്കുന്നു. അടുത്ത ചോദ്യം, ഗാനയുടെ പ്രസിഡന്റായി 3-ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം ജോൺ മഹാമ. ജനറൽ ജോസഫ് ഔൺ, സോറൻ മിലാനോവിച്ച് എന്നിവർ യഥാക്രമം ലെബനൻ, ക്രൊയേഷ്യ എന്നിവയുടെ പ്രസിഡന്റുമാരായും ചുമതലയേറ്റു.